അമ്പലത്തറയിൽ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന നാടകോത്സവത്തിന് ആരവമുയർന്നു. നവംബർ 27-ന് ആദ്യ നാടകം അരങ്ങിലെത്തും. മുന്നോടിയായി നടത്തിയ വിളംബര ജാഥ വർണ്ണശബളവും ഗംഭീരവുമായി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നവംബർ 27 മുതൽ ഡിസംബർ 2 വരെ നടക്കുന്ന അഖില കേരള നാടകോത്സവത്തെ വരവേൽക്കാനായി അമ്പലത്തറയുടെ മണ്ണും മനസ്സും ഒരുങ്ങിക്കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി നടത്തിയ വിളംബര ഘോഷയാത്ര പങ്കാളിത്തം കൊണ്ടും പരിപാടികൾ കൊണ്ടും ശ്രദ്ധേയമായി. പാറപ്പള്ളി കുമ്പള റോഡ് ജംഗ്ഷൻ പരിസരം കേന്ദ്രീകരിച്ച് ആരംഭിച്ച ഘോഷയാത്ര അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സുമേഷ് ബാബു ഫ്ലാഗ് ഓഫ് ചെയ്തു. സാന്ത്വനം മെഡിസിറ്റി, പൗരസമിതി 3-ാം മൈൽ, റെഡ് സ്റ്റാർ അമ്പലത്തറ എന്നിവയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഘോഷയാത്രയ്ക്ക് സ്വീകരണവും ഒരുക്കി. കുടുംബശ്രീ പ്രവർത്തകരടക്കം 100 കണക്കിന് കലാപ്രേമികളാണ് വിളംബര ജാഥയിൽ കണ്ടുചേർന്നത്. പുല്ലൂർപിരിയ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഡോക്ടർ CK സവിത, AV കുഞ്ഞമ്പു, മടിക്കൈ ഗ്രാമപഞ്ചായത്ത് അംഗം A വേലായുധൻ, സംഘാടക സമിതി സാരഥികളായ രാജേഷ് കറിയ, ജയരാജൻ കണ്ണോത്ത്, KP ബാലൻ, V കൃഷ്ണൻകാനം, M ഗോപി, അഡ്വക്കേറ്റ് കരുണാകരൻ, M അസൈനാർ, അമ്പലത്തറ നാരായണൻ, അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. ചന്ദ്രൻ കരുവാക്കൂട് അവതരിപ്പിച്ച EV ഹരിദാസിന്റെ ഏകപാത്ര നാടകം ജടായു കാണികൾക്ക് പുതുമയും കൗതുകവും പകർന്നു. രമണി ലോഹിതാക്ഷന്റെ രചനയിൽ രമേശൻ മടിയൻ സംവിധാനം ചെയ്ത് കുട്ടികൾ അവതരിപ്പിച്ച നിങ്ങൊപ്പറ നാടകവും ശ്രദ്ധേയമായി. നാടകോത്സവത്തിന്റെ ആദ്യ ദിനമായ നവംബർ 27-ന് തിരുവനന്തപുരം ശ്രീനന്ദനയുടെ യാനമാണ് അരങ്ങിലെത്തുക. 28-ന് വടകര വരദയുടെ അമ്മ മഴക്കാറ്, 29-ന് തിരുവനന്തപുരം സംഘകേളിയുടെ ലക്ഷ്മണരേഖ, 30-ന് വള്ളുവനാട് ബ്രഹ്മയുടെ വാഴ്വേമായം, ഡിസംബർ 1-ന് കൊല്ലം ആവിഷ്കാരയുടെ സൈക്കിൾ എന്നീ നാടകങ്ങളും വേദിയിലെത്തും. ന്യൂസ് ബ്യൂറോ, പെരിയ.